പാർക്ക് അവന്യൂ റോഡിൽ നിന്ന് അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് തത്സമയ വിവരങ്ങൾ നൽകുന്നതിനായി. അരുൺ, ഈ റോഡ് ഷോ കടന്നു പോകുന്ന ഭാഗത്താണ് അരുൺ നിൽക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ തവണ നമുക്കറിയാം യുവം 2023 പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായാണ്, അത് ഉദ്ഘാടനം ചെയ്യുന്നതിനായാണ് നരേന്ദ്രമോദി കൊച്ചിയിലേക്ക് എത്തിച്ചേർന്നത്. ആ സമയത്ത് അപ്രതീക്ഷിതമായാണ് പ്രധാനമന്ത്രി റോഡ് ഷോയിൽ കാൽനടയായി എല്ലാവരെയും വശങ്ങളിലുമുള്ള ആളുകളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു കാഴ്ച നാം കണ്ടത്. കൊച്ചി ജനതയെ മൊത്തത്തിൽ ആവേശം കൊള്ളിക്കുന്ന കാഴ്ച തന്നെയായിരുന്നു അന്നത്തെ ആ റോഡ് ഷോയിൽ ഉണ്ടായിരുന്നത്. സമാനമായ രീതിയിൽ വാഹനത്തിൽ നിന്ന് ഇറങ്ങി നടക്കാനുള്ള സാധ്യത ഇന്നത്തെ റോഡ് ഷോയ്ക്കുണ്ടോ? ഇന്നത്തെ റോഡ് ഷോ എത്ര ദൂരമാണ് ക്രമീകരിച്ചിട്ടുള്ളത്? വിഷ്ണു, 1.5 കിലോമീറ്ററാണ് ഇന്നത്തെ ഈ യാത്ര. ഏതായാലും പാർക്ക് അവന്യൂ റോഡ്, ഞാൻ നിൽക്കുന്ന ഇവിടെയാണ് ഈ യാത്ര സമാപിക്കുക. അതായത് പ്രധാനമന്ത്രി ഒരു 7 മണിയോടുകൂടെ ആയിരിക്കും ഈ യാത്രയിലേക്ക് എത്തുക. ഒരു 7:30ഓടുകൂടെ ഞാൻ നിൽക്കുന്ന ഈ പാർക്ക് അവന്യൂ റോഡിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുറന്ന വാഹനത്തിലായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ വഴിത്താരിയിലൂടെ കടന്നു വരിക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കുറച്ചേറെ കാലമായി ഉപയോഗിക്കുന്ന ഒരു തുറന്ന വാഹനമുണ്ട്. 10 വർഷത്തിലേറെ കാലമായി ഉപയോഗിക്കുന്ന ഒരു തുറന്ന വാഹനമുണ്ട്. അത് ഗുജറാത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ആ വാഹനത്തിലായിരിക്കും ഇത്തരത്തിൽ റോഡ് ഷോ നയിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ തുറന്ന വാഹനം എന്നുള്ളത് കഴിഞ്ഞ 10 വർഷത്തിലേറെ കാലമായി പ്രധാനമന്ത്രി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ റോഡ് ഷോ നയിക്കുന്നതിനും മറ്റും ഉപയോഗിച്ചിട്ടുള്ള വാഹനമാണ്. ഏതായാലും ആ വാഹനത്തിലാണ് റോഡ് ഷോ നയിക്കുക എന്നുള്ളതാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. പക്ഷേ നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം കാൽനടയായി യാത്ര നടത്തുന്നതിന് അല്ലെങ്കിൽ റോഡ് ഷോ നയിക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ചിലപ്പോൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. കാരണം നേരത്തെ വിഷ്ണു പറഞ്ഞതുപോലെ തന്നെ യുവം പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനു മുൻപ് കൊച്ചിയിലെത്തിയത്. അന്ന് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള, വിവിധ ജില്ലകളിൽ നിന്നുള്ള യുവാക്കൾ പരിപാടിയിലേക്ക് ഒഴുകി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് തേവരയിൽ വലിയ രീതിയിൽ സുരക്ഷാ പ്രശ്നങ്ങളും മറ്റുമൊക്കെ സംസ്ഥാന സർക്കാർ പലതരത്തിൽ ഈ പരിപാടിക്ക് കൃത്യമായി പ്രധാനമന്ത്രി റോഡ് ഷോ നയിക്കുകയാണെങ്കിൽ അത് സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറയുകയുണ്ടായി. പക്ഷേ അതിനൊക്കെ മറികടന്നുകൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലൊരു സുരക്ഷാ പ്രശ്നത്തിനും അല്ലെങ്കിൽ വെല്ലുവിളിക്കും താൻ മുട്ടുമടക്കുന്ന ആളല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് ആ റോഡ് ഷോയിൽ അപ്രതീക്ഷിതമായി വാഹനത്തിൽ നിന്ന് ഇറങ്ങി കാൽനടയായി യാത്ര നടത്തിയത്. ഈ ഒരു റോഡ് ഷോയിലും സമാന രീതിയിൽ കാൽനടയായി യാത്ര നടത്തുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത്തരത്തിൽ എപ്പോഴും പല സസ്പെൻസുകളും അദ്ദേഹത്തിൻ്റെ റോഡ് ഷോയിൽ പലയിടത്തും ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ പലതരത്തിലുള്ള സസ്പെൻസുകൾ പലയിടത്ത് നമുക്ക് കാണാനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. നിലവിലേതായാലും ഈ റോഡ് ഷോയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. ഞാൻ നിൽക്കുന്ന ഈ ഒരു വഴിത്താരയിൽ ഈ ഒരു ഭാഗത്തായിരിക്കും കൂടുതലും പ്രവർത്തകർ, BJP പ്രവർത്തകരാണെങ്കിലും മോദി അനുഭാവികളാണെങ്കിലും അവരെല്ലാം ഈ ഒരു വഴിത്താരയിൽ ഈ ഭാഗത്തായിരിക്കും തിങ്ങി വിങ്ങി നിൽക്കുക. ഇവിടെ ബാരിക്കേഡുകൾ കൃത്യമായി തന്നെ എൻ്റെ വലതുവശത്തായി സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ബാരിക്കേഡുകൾക്ക് അപ്പുറത്തെ റോഡിലൂടെ ആയിരിക്കും പ്രധാനമന്ത്രി പോവുക. ആളുകൾക്ക് പുഷ്പമർപ്പിക്കുന്നതിനും മറ്റുമൊക്കെ വേണ്ട സജ്ജീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മറ്റൊരു വശത്ത് ആളുകൾക്ക് കുടിവെള്ളവും അതുപോലെ തന്നെ ലഘുഭക്ഷണവും ഉൾപ്പെടെയും BJPയുടെ നേതൃത്വത്തിൽ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പ്രധാനമന്ത്രിയുടെ നരേന്ദ്രമോദിയുടെ റോഡ് ഷോ വലിയ ഭംഗിയാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അറബിക്കടലിൻ്റെ റാണി ഇന്ന് വൈകുന്നേരത്തോടുകൂടെ തന്നെ മോദി വിളികളാൽ നിറയും എന്നുള്ളതിൽ സംശയമില്ല. ഇതിനു മുൻപ് പ്രധാനമന്ത്രി നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ യുവം പരിപാടിയിലേക്ക് എത്തിയപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞതാണ്. വലിയ രീതിയിൽ ആളുകളുടെ ഒരു തിരക്ക് വലിയ രീതിയിൽ കാണാൻ കഴിഞ്ഞതാണ്. അതിനുശേഷം രണ്ടാമതായി പ്രധാനമന്ത്രി തൃശ്ശൂരിലേക്ക് വന്ന സമയത്തും നമ്മൾ കണ്ടതാണ്. ഈ വർഷം തുടക്കത്തിലായിരുന്നു പ്രധാനമന്ത്രി തൃശ്ശൂരിൽ സ്ത്രീ ശക്തി സംഗമം പരിപാടിയിലേക്ക് എത്തിയത്. ആ പരിപാടിയിലെത്തിയപ്പോൾ അവിടെ നടത്തിയ ആ റോഡ് ഷോയിലും തിരക്ക് വലിയ രീതിയിൽ നിയന്ത്രിക്കാൻ കഴിയുന്നതിനപ്പുറം വലിയ തിരക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെയും സമാന രീതിയിൽ തന്നെ 1,00,000-ലേറെ ആളുകൾ ഈ റോഡ് ഷോയിലേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാവർക്കും ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിൽ കാണുക, അദ്ദേഹത്തിന് മേൽ ഒരു പിടി പുഷ്പങ്ങൾ അർപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി വലിയ ആവേശത്തോടു കൂടി, ആരവത്തോടു കൂടി
കാത്തിരിക്കുന്ന എല്ലാവർക്കും അത് തന്നെയാണ് മലയാളക്കര ആകെ ആവേശത്തിലാണ്, പ്രത്യേകിച്ച് കൊച്ചി നിവാസികൾ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എല്ലാവരും ആ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നതിന് പ്രധാനമന്ത്രിയെ നേരിൽ കാണുന്നതിനുള്ള ആവേശത്തിൽ തന്നെയാണ് ഓരോ ജനങ്ങളും ഉള്ളത്. അല്പസമയത്തിനകം തന്നെ ഈ സ്ഥലങ്ങളിലേക്കെല്ലാം ആളുകളുടെ ഒരു കൂട്ടം ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. വൈകുന്നേരം 6 മണിയോട് കൂടിയാണ് പ്രധാനമന്ത്രി കൊച്ചിയിലേക്ക് എത്തിച്ചേരുക. പിന്നാലെ റോഡ് ഷോ ആരംഭിക്കുകയും ചെയ്യും. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ തത്സമയ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്.